കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ PJ ജോസഫും മോൻസ് ജോസഫൊക്കെ വളരെ തുറന്ന എതിർപ്പാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ എങ്ങനെയാണ് ഈ സമാധാനം? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, മുതിർന്ന UDFന്റെ യോഗം കൂടുമ്പോൾ മുതിർന്ന നേതാക്കന്മാർ PJ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ടാകും. ഞങ്ങളെല്ലാവരുമായി ചർച്ച ചെയ്യും. ഞങ്ങൾ മനസ്സ് തുറന്ന് ഒരു ചർച്ചയായിരിക്കും ഉണ്ടാകുന്നത്. അതല്ലാതെ കണ്ട് ഏതെങ്കിലും തരത്തിൽ ആർക്കും അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോയില്ല. ഈ LDFിൽ ഇത്രയും ശക്തമായി ഉറച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിനെ സംബന്ധിച്ച് എന്തിനാണ് ഇത്രയും UDF ചർച്ച ചെയ്യുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ? ഇല്ല, ഞങ്ങൾ ഇന്നലെയും ജോസ് പറഞ്ഞു അവർ LDF തന്നെ തുടരുമെന്ന് പറഞ്ഞു. ഇല്ല, അവരവിടെ തുടരട്ടെ. അവർക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അവർ തുടരട്ടെ. അവർക്ക് തിരിച്ച് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമല്ല ഈ ചർച്ചയുടെ ആവശ്യമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, മുതിർന്ന നേതാക്കന്മാർ ഒത്തിരുന്നുകൊണ്ട് തീരുമാനമെടുക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്ന് മോൻസ് ജോസഫ് പറഞ്ഞത് കരിയുന്ന 2 ലക്ഷം വെള്ളം ഒഴിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ്. അല്ല, മോൻസ് പറഞ്ഞ അതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു തീരുമാനം ഇത്തരത്തിലാണ്. തീർച്ചയായിട്ടും അതുണ്ടാകും. പല ഇടങ്ങളിലും ഞങ്ങൾ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള നിലയിൽ പല ആളുകളെയും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ച ആളുകളെക്കുറിച്ച് അവർക്ക് തന്നെ അറിയാം. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം പൂർണ്ണമായി നിന്നിട്ടുള്ള ആളുകളാണ്. തുടർന്നും ഒരുപാട് ആളുകൾ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള നിലയിൽ UDFിലേക്ക് വരാൻ വേണ്ടി കത്തുകൾ തന്നിട്ടുണ്ട്. അതുകൂടി ഞങ്ങൾ ചർച്ച ചെയ്യും. അല്ല, അത് പിന്നെ അൻവറിൻ്റെ കാര്യത്തിൽ ഒരു കൂട്ടായ തീരുമാനം എന്തായാലും ഞങ്ങൾ എടുക്കും. അല്ല, 22-ന് ആ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏതായാലും ഇപ്പോൾ 22-ന് എല്ലാ തീരുമാനങ്ങളും വരില്ലല്ലോ. 22-ന് വരുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ ഏത് തരത്തിലാണ് തുടർന്ന് മുമ്പോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് UDF ആലോചിക്കും. ഈ കേരള കോൺഗ്രസ് അഥവാ വന്നില്ലെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മുന്നേറ്റം നടത്താനാകുമെന്ന ആത്മവിശ്വാസമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആ ആത്മവിശ്വാസമാണല്ലോ ഞങ്ങളെ ഇന്നിപ്പോൾ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതുതന്നെയാണ്. ഇതിൽ നിന്ന് വേറെ ചോദ്യം, പത്തനംതിട്ടയിലെ CPM മുതിർന്ന ഒരു നേതാവിന്റെ പ്രതികരണം അങ്ങനെ വന്നിരുന്നു. നമുക്ക് വ്യക്തിപരമായി പരിചയമുള്ള വ്യക്തിയാണ് പുന്നാറമ്മ MLA. പത്തനംതിട്ട CPM തമ്മിൽ തല്ല് വീണ്ടും തുടർന്ന സാഹചര്യമാണ്. അത് അങ്ങനെ ഒരു പ്രതികരണം ആവശ്യം. അല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തിയത് ഞാനും എൻ്റെ ശ്രദ്ധയിലും വന്നതാണ്. അദ്ദേഹത്തെ പോലെയുള്ള മുതിർന്ന നേതാവ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. CPMനെ സംബന്ധിച്ചിടത്തോളം CPM ഇന്ന് ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരവസരമാണ്. അതായത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന 2 ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ തുറന്നു പറഞ്ഞു ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ അത് വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാലും ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹവും പറഞ്ഞു ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം. ആ തീരുമാനം ഉണ്ടാകുമ്പോൾ നിശ്ചയമായും CBIയുടെ ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന് മാത്രമല്ല, കോടതിയുടെ നിരീക്ഷണത്തിലാകണം ആ അന്വേഷണം നടക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം, തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നുള്ള ഒരു പരിഭവമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിനോടുള്ള പ്രതികരണം? ഇല്ല, അദ്ദേഹത്തെ പോലെയുള്ള ഒരാളിനൊന്നും ഞാൻ മറുപടി പറയാനിരിക്കുകയല്ല. ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട്, എനിക്ക് അദ്ദേഹമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയുള്ള ഒരാളല്ല. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ അദ്ദേഹവുമായി ഒരു തരത്തിലും ഒരു ഇടച്ചിലും അല്ലെങ്കിൽ ഒരു തരത്തിലും അഭിപ്രായ ഭിന്നത ഞങ്ങൾ തമ്മിലില്ല.